അന്ന് സഞ്ചാരി എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കാൻ വന്നതാണ്. ചെറിയ തിരുത്തൽ ഞാൻ വരുത്തുകയാണ്. 40 പരം എന്ന് പറഞ്ഞപ്പോഴേക്കും 45 വർഷമായി ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. കിരീടം എന്ന സിനിമ 1989 നിർമ്മിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. അത് എനിക്കും എന്റെ പാർട്ണറായ ഉണ്ണിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരുന്നു. രണ്ടുപേർക്കും അത് ഗുണവും ചെയ്യുകയും ചെയ്തു. സാമ്പത്തികമായിട്ട് ഗുണം കിട്ടിയ ഒരു പടം തന്നെയായിരുന്നു. കഴിഞ്ഞ 40 വർഷക്കാലത്തിൽ അധികമായി മലയാളം സിനി ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസറായും ആക്ടറായും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ദിനേശ് പണിക്കർ നമ്മൾ ഇന്ന് ബിസോഡിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വെൽക്കം ചെയ്യും. സർ, ഈ ഒരു ലോങ് ജേർണി സാറിന് എന്താണ് ബിസോഡുമായി പങ്കുവയ്ക്കാനുള്ളത്? ഒരു കോച്ചിങ് ഇൻഡസ്ട്രി അനുഭവത്തിലൂടെ വളരെ രസകരമായ ഒരു ജേണിയാണ്. കാരണം സിനിമ എന്ന് പറയുന്നത് നമുക്ക് എത്തിപ്പെട്ടാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കൊച്ചു വൈകുന്നേരം സമയത്ത് തീർച്ചയായിട്ടും സിനിമയോടൊരു കമ്പം ഉണ്ടായിരുന്നു, അഭിനയിക്കണമെന്നൊരു കമ്പം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സിനിമയുടെ പുറകിലുള്ള കാര്യങ്ങൾ അറിയണം എന്നൊരു കമ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെയാണെങ്കിലും അവിടെ ചെന്ന് എത്തിപ്പറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പൊ അതിൽ ഒരു ഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ തുടക്കം പറയുകയാണെങ്കിൽ എനിക്ക് സിനിമ ഈ ചെറുപ്പം മുതലേ ഇഷ്ടമാണ്, പാട്ട് ഇഷ്ടമാണ്. ഇതൊക്കെയാണെങ്കിൽ പോലും ഞാൻ സ്റ്റേജ് ഫ്രൈറ്റുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റേജിൽ കയറി മൈക്ക് വെച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ പാട്ട് പാടാനോ അല്ലെങ്കിൽ ഈവൻ കയറി ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കാണിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെ വളർന്ന ഞാൻ, നമുക്കൊരു നിയോഗം എന്നൊക്കെ പറയില്ലേ, that all happened at Alapi. എന്റെ ഫാദർ എക്സൽ ക്ലാസ് എന്ന് പറയുന്ന കമ്പനിയുടെ MD ആയിട്ട് അവിടെ ചെന്ന് എത്തിപ്പറ്റുകയും സോ ദാറ്റ് വാസ് ഇൻ 1979. അപ്പോൾ അതിന് തൊട്ടടുത്ത് ഉദയ സ്റ്റുഡിയോ ഉണ്ട്. ഉദയ സ്റ്റുഡിയോയിൽ അന്ന് സിനിമാക്കാരൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ അവിടെ ഒരു ആക്ടിവിറ്റീസിലൊക്കെ വളർന്നു വരുന്ന ഒരു കാലമായിരുന്നു. അത് രണ്ടാമത് ഒരു പുനർജന്മമായിരുന്നു ഉദയ സ്റ്റുഡിയോയ്ക്ക്. ആ ഒരു സമയത്ത് ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാറിനെ, അന്ന് ആരുമല്ലാതിരുന്ന സമയത്ത് മോഹൻലാലിനെ പരിചയപ്പെടുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 1979 മുതൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമായിട്ട് മാറി. അപ്പൊ അന്ന് മുതലാണ് എന്റെ സിനിമ കണക്ഷൻ തുടങ്ങി. അപ്പോ ചെറിയ തിരുത്തൽ ഞാൻ വരുത്തുകയാണ്. 40 പരം എന്ന് പറഞ്ഞപ്പോഴേക്കും 45 വർഷമായി ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അന്ന് സഞ്ചാരി എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കാൻ വന്നതാണ്. ആ ഒരു സമയത്ത് ബാക്കി അദ്ദേഹത്തിന്റെ റിലീസായിട്ടില്ല. അപ്പൊ അതിനുശേഷം സിനിമയിൽ കുറെ ബന്ധങ്ങൾ എനിക്ക് വന്നു. അതിനുശേഷം എങ്ങനെയാണെന്ന് എനിക്ക് എപ്പോഴും വ്യക്തമായിട്ട് ഓർമ്മയില്ല. ഒരു തമാശ പാട്ടിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് അഭിനയിക്കാനൊരു അവസരം കിട്ടി. ധന്യ എന്ന് പറഞ്ഞ ഫാസിൽ ഒരു സിനിമയിൽ യേശുദാസ് പാടിയ ഒരു പാട്ട് ഞാൻ ചുണ്ടിറക്കിക്കൊണ്ട് ഡാൻസ് ഒക്കെ ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. ധന്യ നീയൻ ജീവന്റെ ഇതളിൽ കാലം വീഴ്ത്തും പനിനീരോ, ധന്യ നീയൻ ജീവന്റെ ഇതളിൽ കാലം വീഴ്ത്തും പനിനീരോ. അത് സ്ക്രീനിൽ കണ്ടപ്പോ എനിക്ക് എന്നെ മനസ്സിലായി ഈ പണിക്ക് എന്നെ കൊള്ളൂല. കാരണം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് ചെന്ന് അവതരിപ്പിക്കുമ്പോൾ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല സിനിമ. അങ്ങനെ ആ ഒരു സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അഭിനയത്തിന്റെ മേഖലയിലോട്ട് പിന്നീട് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. That was in 1981. 1981 ധന്യ എന്ന സിനിമ റിലീസാവുന്നത്. അപ്പൊ അതിൽ ദാസേട്ടൻ പാടിയ ഒരു പാട്ട് പാടിക്കൊണ്ട് രംഗത്ത് വന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിനുശേഷം പിന്നെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ പിന്നീട് ഞാൻ അവിടെ നിന്നൊരു ജോലി ഉണ്ടായിരുന്നു. എനിക്ക് ജോലിയിൽ നിന്ന് പിന്നെ പതുക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എന്റെ രോഹിത് ചാനൽ 12 എന്ന് പറഞ്ഞൊരു വീഡിയോ സെന്റർ, അതിന്റെ കൂട്ടത്തിൽ രോഹിത് വീഡിയോ എന്ന് പറയുന്ന കോപ്പിറൈറ്റ് ബിസിനസ്, ഇങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരുന്ന സമയത്താണ് സിനിമാക്കാരുടെ ബന്ധവും കുറച്ചുകൂടെ കൂടി. മമ്മൂട്ടി, മോഹൻലാലൊക്കെ അന്ന് ആ സമയത്ത് താരങ്ങളാണ്. മോഹൻലാലിനെ ഞാൻ പരിചയപ്പെടുന്ന താരമല്ലെങ്കിലും പിന്നീട് അദ്ദേഹം ഒരു താരമായിട്ട് മാറി. ഈ ഒരു സമയത്ത് ഞാനും എന്റെ അന്നത്തെ ഒരു സുഹൃത്താണ് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ കിരീടം ഉണ്ണി എന്ന് അറിയപ്പെടുന്ന. അപ്പൊ ഞങ്ങൾ ഇത് കാഷ്വലായിട്ട് കാണുമ്പോഴേക്കും ഒരു ചർച്ച വന്നു, നമുക്ക് എന്തുകൊണ്ട് ഒരു സിനിമയെ പിടിക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൂടാ. കാരണം അന്ന് സാമ്പത്തികമായിട്ട് ഞാൻ നല്ല അവസ്ഥയിലാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചിന്തിച്ചു വന്നപ്പോഴേക്കും ഓക്കെയാണ്. അപ്പോ അവിടെയും എന്റെ ഒരു ബിസിനസ്സുകാരനുണ്ടായിരുന്നു. ഞാൻ എല്ലാം അളന്ന് കുറിച്ച് നമുക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടും. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
അതിലേക്ക് ഇറങ്ങണമെങ്കിൽ ദാറ്റ് ആ ഒരു പ്രായത്തിൽ എൻ്റെ ഏജ് എന്ന് പറയുന്നത് റഫ്ലി അബൌട്ട് 30 ഉള്ളൂ. ആ 30ാമത്തെ വയസ്സിൽ നമ്മൾ സിനിമയ്ക്ക് ഇറങ്ങുമ്പോഴേക്കും തീർച്ചയായും വീട്ടിൽ നിന്ന് ഒരു ഓപ്പോസിഷൻ ഉണ്ടാവും, സമൂഹത്തിൽ നിന്നൊരു ഓപ്പോസിഷൻ ഉണ്ടാവും. ഉള്ള ബിസിനസ്സൊക്കെ കളയണോ, ജോലി കളയണോ, അതെല്ലാം വരുമല്ലോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് റിസ്ക് എടുത്തുകൊണ്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചു. പക്ഷെ നോക്കിയപ്പോഴും കണക്കൂട്ടിയപ്പോൾ അത്ര വലിയ റിസ്ക് ഒന്നുമില്ല. ഇറ്റ് വാസ് എ വെരി കാൽക്കുലേറ്റഡ് മൂവ്. കിരീടം എന്ന സിനിമ 1989 നിർമ്മിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. അതായിരിക്കും എന്റെ പാർട്ണറായ ഉണ്ണിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു നല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരുന്നു. രണ്ടുപേർക്കും അത് ഗുണവും ചെയ്യുകയും ചെയ്തു. സാമ്പത്തികമായിട്ട് ഗുണം കിട്ടിയ ഒരു പടം തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും പാർട്ണർഷിപ്പിൽ അറിയാവുന്ന പോലെ തന്നെ പാർട്ണർഷിപ്പ് ചിലപ്പോ എന്തെങ്കിലും ചെറിയൊരു കാര്യം മതിയല്ലോ നിന്ന് പോകാനായിട്ട്. ഞാൻ അതിനെ ഒരു ഡീപ്പായിട്ട് ഡെൽവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. ബട്ട് വി പാർട്ടഡ് ഇൻ എ നൈസ് വേ. രണ്ടുപേരും പാർട്ടി ചെയ്തു. ഞാൻ ആ കൃപ ഫിലിംസ് എന്ന് പറയുന്ന ബാൻഡ് വരെ വളരെ മനസ്സോടുകൂടി തന്നെ എന്റെ പാർട്ണർക്ക് ഞാൻ എഴുതി കൊടുത്തു. അപ്പൊ അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞതിന് ശേഷം പിന്നെ അതിനൊരു കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ആളില്ല. ഓക്കെ, അപ്പൊ ദാറ്റ് വാസ് ഓവർ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ മാറി പിന്നീട് ഞാൻ വിചാരിച്ചു ഇനി ചെയ്യാൻ പറ്റുന്നത് എനിക്ക് എന്റെ ബിസിനസ് ഉണ്ട്. അപ്പോഴേക്കും ഞാൻ കെൽട്രോണിലെ എക്സിക്യൂട്ടീവ് ആയിരുന്നു. കെൽട്രോണിലെ എക്സിക്യൂട്ടീവ് ജോബ് ദാറ്റ് മീൻസ് 6 years ആയിട്ട് ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ആ ജോലി വരെ ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഈ പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി വന്നത്. അപ്പൊ അത്രയും അതൊരു വിധത്തിലുള്ള റിസ്ക് തന്നെയാണ്. കാരണം സർക്കാർ ഉദ്യോഗം കളഞ്ഞിട്ടാണ് സിനിമയ്ക്ക് വേണ്ടി വന്നതെന്ന് പറയുന്നത്. അതെല്ലാം മാറ്റി വെച്ചിട്ട് പിന്നീട് ഞാൻ വിചാരിച്ചു ഇനി എന്റെ ബിസിനസ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനെ എന്റെ രോഹിത് വീഡിയോയും ചാനൽ 12ഉം കോപ്പറേറ്റും എല്ലാം ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നീടും സിനിമ നമ്മളെ തേടി ഇങ്ങോട്ട് വരുന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചെപ്പ് വിൽക്കുന്ന ചങ്ങാതി എന്ന് പറയുന്ന സിനിമ 1991 നിർമ്മിക്കാനുള്ള ഭാഗ്യം കിട്ടി. അത് നന്നായിട്ട് അത്യാവശ്യം നല്ലൊരു ഓടിയൊരു സിനിമയായിരുന്നു. അതിനകത്ത് എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പ്രേമൻ, എറണാകുളത്ത് നിന്നൊരു പ്രേമൻ. അപ്പൊ പ്രേമനാണ് ഈ പ്രോജക്ടിന്റെ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരുന്നത്. പ്രേമൻ ഇതുവരെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വളരെ മനസ്സോടുകൂടി തന്നെ ഇറങ്ങി. അത് വലിയ ദോഷമില്ലാതെയൊക്കെ പോയി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനെ ആ ഒരു ചിത്രം കഴിഞ്ഞു. പിന്നീട് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഗ്യാപ്പായി. 1995 ബോക്സർ എന്നൊരു ചിത്രം വന്നു. അതിനകത്ത് സിനിമ എടുത്തേ കടന്നു എന്ന് പറയുന്നൊരു വാശി എനിക്കന്നില്ലായിരുന്നു. അങ്ങനെ 1995 ബോക്സർ വന്നു. പിന്നീട് അത് ഒറ്റയ്ക്കാണ് ഞാൻ എടുത്തത്. പിന്നീടുള്ള സിനിമകളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ എടുക്കാൻ തീരുമാനിച്ചു. 95 ബോക്സർ എടുത്തു. അതിനുശേഷം സുരേഷ് ഗോപി. അപ്പോഴേക്കും എല്ലാവരുടെയും ചോദ്യമുണ്ട്, കിരീടം ഒരു സിനിമ എന്താ എടുക്കാത്തത്? കാരണം ഞാൻ എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, സി ഫിലിംസ് അല്ല, ഹിറ്റ്സ് ആർ നെവർ മെയ്ഡ്, ദേ ഹാപ്പൻ എന്നാണ്. അപ്പൊ അത് കിരീടം സംഭവിച്ചു പോയതാണ്, ഹിറ്റായതാണ്. അല്ല നമ്മളത് സിനിമ കൂടിയില്ലായിരുന്നെങ്കിൽ ആൾക്കാരെ അതിന്റെ കുറ്റം പറഞ്ഞേനെ. പക്ഷെ ആ സിനിമ ഹിറ്റായതിന്റെ ഒരു ഭാഗ്യമായിരുന്നു. ഇറ്റ് വാസ് എ ഹാപ്പനിങ് ആക്ച്വലി. അപ്പൊ അങ്ങനെ ആ ഒരു സംഭവം വളരെ ആയതുകൊണ്ട് എല്ലാവരും വീണ്ടും ചോദിക്കുന്നത് ആ ലെവലിലുള്ള ഒരു പടം വേണമെന്ന്. അപ്പൊ വിചാരിച്ചു സുരേഷ് ഗോപിയായിട്ട് ഒരു സിനിമ ചെയ്യാം. അങ്ങനെയാണ് രജപുത്രൻ എന്ന് പറഞ്ഞൊരു സിനിമയോട് ഇറങ്ങി. അതും അത്യാവശ്യം നല്ലപോലെ ഓടുകയും നല്ല പേരുണ്ടാക്കാൻ സാധിച്ചു. പിന്നെ എന്റെ സുഹൃത്താണ് സിബി മലയിൽ വെച്ചിട്ട് ഞാൻ കളിവീട് എന്ന് പറഞ്ഞ സിനിമ എടുത്തു. അത് ജയറാം മഞ്ജു വാര്യറായിരുന്നു. അതും നല്ലൊരു സിനിമയായിട്ട് ഇന്ന് കണക്കാക്കപ്പെടുന്നതാണ്. പിന്നീട് അത് കഴിഞ്ഞപ്പോഴേക്കും പ്രണയവർണ്ണങ്ങൾ എന്ന് പറഞ്ഞ സിനിമ വീണ്ടും സിബി മലയിൽ വെച്ചെടുത്തു. അതും അത്യാവശ്യം നല്ല സിനിമയായിരുന്നു. പിന്നെ മയിൽപ്പീലിക്കാവ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മമ്മൂട്ടിയുടെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു കുറെ നാൾ. ഞാൻ പറഞ്ഞില്ല, അപ്പോഴേക്കും ഇവരുടെ ഒരു സൗഹൃദ വലയം വളരെ സ്ട്രോങ് ആയിരുന്നു ഇവരായിട്ടൊക്കെ. അപ്പൊ അങ്ങനെ മമ്മൂക്ക എനിക്കൊരു ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു സ്റ്റാലിൻ ശിവദാസ് എന്നൊരു സിനിമ എടുത്തു. അത് അത്ര വിചാരിച്ച പോലെ കൂടിയില്ല. അപ്പോഴേക്കും ഞാനൊരു എന്റെ പ്രൊഡക്ഷൻ മാറ്റിയിട്ട്, പ്രൊഡക്ഷൻ മാത്രമല്ല ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നടത്തി ഡിസ്ട്രിബ്യൂഷനും കൂടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവിടെ എനിക്ക് ചെറിയായിട്ട് ഒരു അടി കിട്ടി എന്ന് വേണം തന്നെ പറയാം. കാരണം ഡിസ്ട്രിബ്യൂഷനും പ്രൊഡക്ഷനും ഒരുമിച്ച് ചെയ്യുമ്പോൾ ദ ഹോൾ റിസ്ക് ലൈഫ് വിത്ത് സിംഗിൾ പേഴ്സൺ. അപ്പൊ ഞാൻ കംപ്ലീറ്റ് ഞാൻ തന്നെ റിസ്ക് എടുക്കേണ്ടി വന്നു. ആ റിസ്ക് ഡിഡ് നോട്ട് പേ ഓഫ്. എനിക്ക് ഭയങ്കരമായിട്ടൊരു അടി കിട്ടി. 1990 മയിൽപ്പീലിക്കാവ് മുതൽ തന്നെ എന്റെ സമയം മോശമായി. ആ ചിത്രവും എനിക്ക് നഷ്ടമായിരുന്നു. അതിനുശേഷം പിന്നെ സ്റ്റാലിൻ ശിവദാസ് എടുത്തു. അതിനകത്തൊന്നും നഷ്ടമാവും. പിന്നീട് ഞാൻ വിചാരിച്ചു കുറച്ചാളത്തേക്ക് വല്ല നല്ല സമയമാണെങ്കിൽ പ്രൊഡക്ഷൻ, അവരുടെ പ്രൊഡക്ഷനിൽ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാന്ന് പറഞ്ഞാൽ ഡ്രീംസ് എന്നൊരു പടം ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. അത് സുരേഷ് ഗോപിയെ വെച്ചിട്ട് അതും ഭയങ്കര ഫ്ലോപ്പായിരുന്നു. അങ്ങനെ ടോട്ടലി എന്റെ സമയം അങ്ങ് മോശമായി വരികയായിരുന്നു. ദിനപ്രതി മോശമായി കിടന്നപ്പോൾ ഇനി തീരുമാനിച്ചു സിനിമ വേണ്ട. അപ്പോഴാണ് അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണ്ടാന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കറങ്ങി തിരിച്ച് നമ്മുടെ തന്നെ വരുമല്ലോ. ഒരു ഓഫർ കൂടി വന്നു, ചിരിക്കൊടുക്ക എന്ന് പറഞ്ഞൊരു കൊച്ചു പടം. അത് കുട്ടികൾ ജയിച്ചെന്നായിരുന്നു അതിനകത്ത് ഹീറോ ആയിട്ട് വെച്ചത്. ചെറിയൊരു പടം. TS സജിയായിരുന്നു എന്റെ സംവിധായകൻ.
അപ്പൊ അങ്ങനെ ആ ഒരു ചിത്രവും ഒരു എക്സ്പെരിമെന്റ് എന്ന രീതിയിൽ, കാരണം നമുക്ക് ഒരു പിടിവള്ളി വേണമല്ലോ അതിനു വേണ്ടി. കാരണം നമുക്ക് ബിസിനസ്സിൽ തൽക്കാലം ഫെയിലിയർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്, സംതിങ് ടു എസ്കേപ്പ്. അപ്പൊ ആ രീതിയിൽ പ്ലാൻ ചെയ്താണ് ചിരിക്കൊടുക്കുന്നത്. പക്ഷെ ചിരിക്കാനുള്ള വക നൽകിയില്ല, മോശമായിട്ട് തന്നെ പോയി. അങ്ങനെ ടോട്ടലി ഒരു 2002 ആയപ്പോഴേക്കും ഐ വാസ് ഡൗൺ ബൈ അബൌട്ട് 2.5 crores. അപ്പോൾ 2.5 crores 2002 എന്ന് പറയുമ്പോൾ 23 വർഷം മുമ്പ് ഇറ്റ് ഇസ് നോട്ട് എ വെരി സ്മോൾ എമൗണ്ട്.